Hey everyone, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിലെ അരിസ്റ്റോട്ടിലിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അരിസ്റ്റോട്ടിൽ is considered as the father of political science as well as father of comparative politics. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ father of political science എന്നും comparative politicsന്റെ പിതാവായിട്ട് കാണുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നോക്കാനായിട്ട് പോകുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലിന്റെ തിയറി ഓഫ് സ്റ്റേറ്റ്, തിയറി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് തിയറി ഓഫ് സ്ലേവറി. എല്ലാ വട്ടത്തെ എക്സാമിനും നമ്മുടെ സെറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും അരിസ്റ്റോട്ടിലിനെ കുറിച്ച് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് ഈ മൂന്ന് ഏരിയാസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് തിയറി ഓഫ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് തിയറി ഓഫ് സ്റ്റേറ്റ് ആണ്. അദ്ദേഹം സ്റ്റേറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തിങ്കേഴ്സിലെ ഒരു one among the most important thinker ആണ് അരിസ്റ്റോട്ടിൽ, who gave more importance to state. സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത തിങ്കേഴ്സിലെ ഒരാളാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, മാൻ cannot live without a state. ഒരു സ്റ്റേറ്റ് ഇല്ലാണ്ട് മനുഷ്യർക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാനോ എക്സിസ്റ്റ് ചെയ്യാനായിട്ടോ സാധിക്കില്ല. എല്ലാ കാര്യത്തിനും മനുഷ്യൻ എന്തിന്റെ ആവശ്യം വേണം? അവിടെ സ്റ്റേറ്റിന്റെ ആവശ്യം വേണം എന്നാണ് അരിസ്റ്റോട്ടിൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ കൺസിഡേർഡ് സ്റ്റേറ്റ് ഇസ് ദ ഹൈയസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ നമ്മൾ ഫാമിലി എടുത്താലും അങ്ങനെയുള്ള പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്താലും ഇതിന്റെയൊക്കെ മുകളിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹൈയസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേറ്റ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. നെക്സ്റ്റ്, chronologically man may be prior to state but logically state is prior to man. അതായത് ഇപ്പൊ ക്രോണോളജിക്കലി നമ്മളിപ്പം ഒരു എവല്യൂഷൻ എടുത്താലോ അല്ലെങ്കിൽ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ആദ്യം ഉണ്ടായത് ആരാണ്? മനുഷ്യർ തന്നെയാണ് അല്ലെ? അപ്പൊ അരിസ്റ്റോട്ടിൽ അത് സമ്മതിക്കുന്നുണ്ട്. അതായത് ക്രോണോളജിക്കലി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എവല്യൂഷൻ ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ രൂപം കൊണ്ടത് മനുഷ്യർ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ആദ്യം മനുഷ്യരുണ്ടാവുന്നു, പിന്നെ അവർ ഈ നമുക്ക് പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുന്നത് അവർ ഹണ്ടർ ഗാദേഴ്സ് ആയിട്ട് നടക്കുന്നു, പിന്നെ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അഗ്രികൾച്ചർ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നു, അങ്ങനെ അവർ ഫാമിലി ആവുന്നു, പിന്നെ അവർ പതിയെ പതിയെ അവരൊരു കമ്മ്യൂണിറ്റി ആവുന്നു, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഗവൺമെന്റ് ആവുന്നു, പിന്നെയാണ് ലാസ്റ്റ് ഈ പറയുന്ന സ്റ്റേറ്റ് ആയെന്നാണ് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ അത് അരിസ്റ്റോട്ടിൽ അഗ്രി ചെയ്യുന്നുണ്ട്. ക്രോണോളജിക്കലി മാൻ ആയിരിക്കാം സ്റ്റേറ്റിനെക്കാളും മുന്നുണ്ടായത്. പക്ഷേ ലോജിക്കലി വെൻ വി അപ്ലൈ ലോജിക്, നമ്മൾ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ആദ്യം വന്നത്? സ്റ്റേറ്റ് ആണ് പ്രയർ ടു മാൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പല രീതിയിൽ നമ്മളെ ട്വിസ്റ്റ് ചെയ്തിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് തന്നിട്ടുണ്ട്, ക്രോണോളജിക്കലി മാൻ മേ ബി പ്രയർ ടു സ്റ്റേറ്റ് ബട്ട് ലോജിക്കലി സ്റ്റേറ്റ് ഈസ് പ്രയർ ടു മാൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്രോണോളജിക്കലി സ്റ്റേറ്റ് മേ ബി പ്രയർ ടു മാൻ ബട്ട് ലോജിക്കലി മാൻ ഈസ് പ്രയർ ടു സ്റ്റേറ്റ്. ഇതിൽ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ചിലപ്പോൾ ലോജിക്കലി മാൻ മേ ബി പ്രയർ ടു സ്റ്റേറ്റ് ബട്ട് ക്രോണോളജിക്കലി സ്റ്റേറ്റ് ഈസ് പ്രയർ ടു മാൻ. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ട് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അരിസ്റ്റോട്ടിൽ എന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് അരിസ്റ്റോട്ടിലിന്റെ തിയറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ഓർത്തിരിക്കുക, തിയറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. സ്റ്റേറ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്റ്റേറ്റ് ആണ് ഹൈയസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ ക്രോണോളജിക്കലി മാൻ ആണ് ആദ്യം സ്റ്റേറ്റിനേക്കാളും മുന്നേ ഉണ്ടായതെങ്കിലും ലോജിക്കലി സ്റ്റേറ്റ് ആണ് ആദ്യം മാനിനേക്കാളും മുമ്പേ ഉണ്ടായതെന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് തിയറി ഓഫ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് തിയറി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു, അപ്പാർട്ട് ഫ്രം ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അരിസ്റ്റോട്ടിൽ ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? കാരണം അദ്ദേഹം ആ കാലത്ത് തന്നെ, നിങ്ങൾ ആലോചിക്കുക, ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹം 158 കോൺസ്റ്റിറ്റ്യൂഷൻസ്, ലോകത്തിലുള്ള 158 ഭരണഘടനകളെ കുറിച്ച് പഠിക്കുകയും അതിനെ കമ്പയർ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അരിസ്റ്റോട്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്മിങ് ബാക്ക് ടു ആ ടോപ്പിക്. അപ്പൊ ഈ പറയുന്ന 158 കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ക്ലാസിഫൈ ചെയ്തു. അതായത് ഇപ്പം റൂളിംഗ് ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ 1, few, many എന്നൊരു രീതിയിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നോർമൽ ഫോമും പറയുന്നുണ്ട്, പെർവേർട്ടഡ് ഫോമിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഒരാളാണ് ഭരിക്കുന്നതെങ്കിൽ ഇഫ് ഇറ്റ്സ് എ റൂൾ ബൈ 1 person, അതിന്റെ നോർമൽ ഫോം, അതായത്
ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്നതാണ് ഏതെന്ന് പറയുന്നത് മൊണാർക്കി എന്ന് പറയുന്നത്. ഇനി ആ മൊണാർക്കിയിലേക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഇപ്പൊ ആ ഒരു രാജാവ് നല്ല രീതിയിലൊക്കെ ഭരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഈ പറയുന്ന സെൽഫിഷ് ആവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ മൊണാർക്കി ഏതായിട്ട് മാറുന്നു? ടിറണി ആയിട്ട് മാറുന്നു. അപ്പൊ മൊണാർക്കിയുടെ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ വേഴ്സ്റ്റ് അല്ലെങ്കിൽ പെർവേർട്ടഡ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? ടിറണി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി അപ്പൊ ഒരാൾ ഭരിച്ചതാണ് മൊണാർക്കിയും ടിറണിയും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൂളിംഗ് ബൈ ഫ്യൂ പീപ്പിൾ, അതായത് 2 or 3 പേഴ്സൺ ആണെങ്കിൽ അതിന്റെ നോർമൽ ഫോം എന്താണ്? അരിസ്റ്റോക്രസി എന്ന് വിളിക്കുന്നു. ഇനി ആ ഒരു അരിസ്റ്റോക്രസിയുടെ വേഴ്സ്റ്റ് അല്ലെങ്കിൽ പെർവേർട്ടഡ് ഫോമിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഒലിഗാർക്കി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ്, റൂൾ ബൈ മെനി പീപ്പിൾ, അതിന്റെ നോർമൽ ഫോമിനെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. അതായത് പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ ഭരിക്കുന്നതിനെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ ഒരു പൊളിറ്റി അത് അതിന്റെ ഒരു വേഴ്സ്റ്റ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഡെമോക്രസി എന്ന് വിളിക്കും. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അരിസ്റ്റോട്ടില് ഡെമോക്രസീനെ എന്ത് ചെയ്തിട്ടില്ല? ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ഫേവർ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, 1 ആണെങ്കിൽ മൊണാർക്കി, അതിന്റെ പെർവേർട്ടഡ് ടിറനി, ഫ്യൂ ആണെങ്കിൽ അരിസ്റ്റോക്രസി, അതിന്റെ പെർവേർട്ടഡ് ഒലിഗാർക്കി, മെനി ആണെങ്കിൽ പൊളിറ്റി, അതിന്റെ പെർവേർട്ടഡ് ഡെമോക്രസി. ഇത് ഓർത്തിരിക്കാനായിട്ട് മാപ്പ് ടോഡ്, MAPTOD അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നോർമൽ മാപ്പ്, പെർവേർട്ടഡ് ടോഡ് എന്ന് പറയാം. അതേപോലെ തന്നെ അരിസ്റ്റോട്ടിൽ ഇവിടെ ഗോൾഡൻ മീൻ ആണ് പറയുന്നത്. അപ്പൊ അതായത് അരിസ്റ്റോട്ടിൽ ഒന്നിനെയും ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഫേവർ ചെയ്തിട്ടില്ല. ഇപ്പൊ നോർമൽ ഫോം ആണ് പൊളിറ്റി എന്ന് പറഞ്ഞാലും ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് അതിനെ ഫേവർ ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹം ഒരു ഗോൾഡൻ മീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടും എക്സ്ട്രീമിലോട്ട് പോവാതെ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് അരിസ്റ്റോട്ടിൽ കാണുന്നത്. Then the next one എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലിന്റെ തിയറി ഓഫ് സ്ലേവറി. അദ്ദേഹം സ്ലേവറിയെ കുറിച്ച് എന്താണ് പറയുന്നതെന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ശരിക്കും പറഞ്ഞ സ്ലേവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം സ്ലേവറിനെ ഒരു നാച്ചുറൽ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്. അതായത് അത് നമ്മുടെ ആരും ക്രിയേറ്റ് ചെയ്തതല്ല, അത് നാച്ചുറൽ ആയിട്ടൊരു ഫിനോമിനമാണ്. അത് മാത്രമല്ല അത് യൂസ്ഫുള്ളും കൂടെ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം അത് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് സ്ലേവറിനെ. സ്ലേവറി ബൈ ലോ, സ്ലേവറി ബൈ നേച്ചർ. അതായത് നിയമപരമായിട്ട് സ്ലേവറിയും അതുപോലെ തന്നെ നമ്മുടെ ബൈ നേച്ചർ, നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന സ്ലേവറിയാണ് പറയുന്നത്. ഇപ്പൊ സ്ലേവറി ബൈ ലോ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നിയമപരമായിട്ട് ചിലവരെ നമ്മൾ അടിമയായിട്ട് വെക്കുക. ഇപ്പൊ പ്രിസണേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരല്ലേ, പിന്നെ യുദ്ധത്തിൽ തോറ്റ ആൾക്കാര്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് നാടുകൾ തമ്മിൽ, ഇപ്പൊ AB എന്ന് പറയുന്ന നാടുകൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് A തോറ്റുപോയി കഴിഞ്ഞ് B ജയിക്കുവാണെങ്കിൽ A നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ B നാട്ടിലുള്ള ആൾക്കാർ എന്താവും? സ്ലേവറി ആക്കും അല്ലെ. അങ്ങനെയുള്ള പ്രിസണേഴ്സ് അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആൾക്കാർ പ്രിസണേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ എന്താണ് യുദ്ധത്തിൽ തോറ്റ ആൾക്കാർ, ഇങ്ങനെ നിയമപരമായിട്ട് സ്ലേവറി ആക്കുകയും ചെയ്യാം. സ്ലേവറി ബൈ നേച്ചർ, അതായത് ചില ആൾക്കാർ ജന്മന അവർ ഇൻകേപ്പബിൾ ആണ്, അവർക്കൊന്നും അറിയത്തില്ല, അവർ ഇന്റലക്ച്വലി ആയാലും അവർക്ക് ഒന്നിനെയും കുറിച്ച് അവർ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ആരാണ്? അവരും അടിമകളായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അടിമകളാണ് ആക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇനി സ്ലേവറി ഈസ് യൂസ്ഫുൾ ടു സ്ലേവ്സ്, അതായത് സ്ലേവ്സിന്, അടിമകൾക്ക് സ്ലേവറി എന്ന് പറയുന്നത് യൂസ്ഫുൾ ആണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ബിക്കോസ് അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ലേവറി ഈസ് നാച്ചുറൽ ആൻഡ് യൂസ്ഫുൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ നാച്ചുറൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അതായത് ഈ പറയുന്ന നമ്മളൊരു നാട്ടിനെ നല്ല രീതിക്ക് വേണ്ടിയിട്ട് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ ഭരിക്കുകയും അല്ലാതെ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അടിമകളായിട്ട് ഇരിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. യൂസ്ഫുൾ എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടുപേർക്കും യൂസ്ഫുൾ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ആരാണോ അടിമയായിട്ട് വെച്ചിരിക്കുന്നത് ആ ആൾക്കാർ, യജമാനനും യൂസ്ഫുൾ ആണ്, അതേപോലെ അടിമകൾക്കും യൂസ്ഫുൾ ആണ്. ഇനി യജമാനനൊക്കെ എന്തിനാണ് യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ യജമാന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സ്ലേവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ടൈം കിട്ടും, അവർക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കാനും കാര്യങ്ങളും ചെയ്യാനായിട്ട് ടൈം കിട്ടുമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ സ്ലേവ്സിനാണെങ്കിൽ എന്താണ്? അവർക്ക് സ്വയം അവരെന്താ കേപ്പബിൾ അല്ലായിരുന്നു അല്ലെ. അപ്പൊ ഈ പറയുന്നത് അവർ സ്ലേവ്സ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്, അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. സോ സ്ലേവറി ഈസ് കൺസിഡർഡ് ആസ് നാച്ചുറൽ ആൻഡ് യൂസ്ഫുൾ ബൈ അരിസ്റ്റോട്ടിൽ. Then the next one എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് കോട്സ് ഓഫ് അരിസ്റ്റോട്ടിൽ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ഏരിയ.
അദ്ദേഹത്തിന്റെ കോട്സ് എന്തൊക്കെയാണ്? നമുക്ക് ഈ പറയുന്ന കോട്സിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പല തിയറീസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കോട്ടാണ്, ഇറ്റ് ഈസ് അൺജസ്റ്റ് ടു ട്രീറ്റ് ഈക്വൽസ് അൺഈക്വലി, ഇറ്റ് ഈസ് ഈക്വലി അൺജസ്റ്റ് ടു ട്രീറ്റ് അൺഈക്വൽ ഈക്വലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജസ്റ്റിസ്, പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു തിയറി നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ പറയുന്നുണ്ടോ, ഇറ്റ് ഈസ് അൺജസ്റ്റ് ടു ട്രീറ്റ് ഈക്വൽസ് അൺഈക്വലി, ഇറ്റ് ഈസ് ഈക്വലി അൺജസ്റ്റ് ടു ട്രീറ്റ് അൺഈക്വൽ ഈക്വലി എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളിപ്പം ഈക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് ആണ് നോക്കേണ്ടത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആർക്കാണോ വേണ്ടത് അവർക്ക് വേണം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് പ്രൊപ്പോർഷനേറ്റ്. ആ ഒരു സർവീസ് ഇൻ പ്രൊപ്പോർഷൻ, ആ ഒരു പ്രൊപ്പോർഷനിൽ വേണം കൊടുക്കാൻ. അവർക്ക് എത്രമാത്രം വേണം എന്ന് നോക്കിയിട്ട് അങ്ങനെ വേണം, ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ജസ്റ്റിസ് ഡെലിവറി ചെയ്യാനായിട്ട് എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറി നമുക്ക് ഈ പറയുന്ന കോട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കോട്ട് എന്ന് പറയുന്നത് മാൻ ഇസ് ബൈ നേച്ചർ ഇസ് എ പൊളിറ്റിക്കൽ ആനിമൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. then the third one എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ്മാൻ ഇസ് ഡിഫറെന്റ് ഫ്രം അതോറിറ്റി ഓഫ് മാസ്റ്റർ. Next one, state comes into existence for the sake of life and continues for the sake of good life. നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ തിയറി ഓഫ് സ്റ്റേറ്റ് നോക്കി. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് വേണ്ടി എക്സിസ്റ്റ് ചെയ്തതാണ്, അത് തിരിച്ചും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സേക്ക് ഓഫ് ഗുഡ് ലൈഫിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റും അദ്ദേഹത്തിന്റെ തിയറി ഓഫ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. One who can live without state is either beast or god, but he can't be a man. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യർക്ക് ഒരിക്കലും സ്റ്റേറ്റ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ. അപ്പം അരിസ്റ്റോട്ടിൽ പറയുവാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഇഫ് എനി മാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് അങ്ങനെ സ്റ്റേറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്നെങ്കിൽ അവനൊരു ബീസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവനൊരു ദൈവമായിരിക്കും. ഒരിക്കലും അവൻ എന്തായിരിക്കില്ല? ഒരു മനുഷ്യനായിരിക്കില്ല. കാരണം മനുഷ്യൻ എപ്പോഴും എന്ത് തന്നെ വേണം? സ്റ്റേറ്റ് വേണം അവന്റെ എക്സിസ്റ്റൻസിന് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പൊളിറ്റി ഈസ് ദ ബെസ്റ്റ് പ്രാക്ടിക്കബിൾ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് നമ്മുടെ ആര് പറയുന്നുണ്ട്? അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ഇമ്പോർട്ടന്റ് കോട്ട് എന്ന് പറയുന്നത്, ഇൻ ഓർഡർ ഓഫ് ടൈം സ്റ്റേറ്റ് ഇസ് ലാറ്റർ ദാൻ ഫാമിലി ഓർ ഇൻഡിവിജ്വൽസ്, ബട്ട് ഇൻ ഓർഡർ ഓഫ് നേച്ചർ സ്റ്റേറ്റ് ഇസ് പ്രയർ ടു ദം. നമ്മൾ നേരത്തെ ക്രോണോളജിക്കലി ലോജിക്കലി ഒരെണ്ണം നോക്കി, അതുപോലെ തന്നെയാണ് നമ്മൾ ടൈമിന്റെ ഒരു അടിസ്ഥാനത്തിലാണെങ്കിൽ ഫാമിലിയും ഇൻഡിവിജ്വലും വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് വന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു വ്യക്തികളാവുന്നു, പിന്നെ ഒരു ഫാമിലി ആവുന്നു, പിന്നെ ഗവൺമെന്റ് ആവുന്നു, സ്റ്റേറ്റ് ആവുന്നു എന്ന് പറയാം. അപ്പൊ നമ്മൾ ടൈം വെച്ച് നോക്കുമ്പോൾ ഇൻഡിവിജ്വലും ഫാമിലിയും ഒക്കെ കഴിഞ്ഞാണ് സ്റ്റേറ്റ് വന്നത്. പക്ഷെ നമ്മൾ നേച്ചറിന്റെ ഒരു ഓർഡർ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫാമിലിയുടെയും നേച്ചറിനെക്കാളും ഒക്കെ മുന്നേ വന്നത് ആരതാണ്? സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് കോട്സ് ആണ്. എല്ലാ വട്ടവും നമ്മുടെ എക്സാംസിന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അപ്പാർട്ട് ഫ്രം അദ്ദേഹം ഒരു ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്, ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ്, ഹി ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എ ഫസ്റ്റ് റിയലിസ്റ്റിക് തിങ്കർ. നമ്മൾ നേരത്തെ പ്ലേറ്റോന്റെ ക്ലാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അതായത് വാട്ട് ought to be, എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എങ്ങനെയായിരിക്കണം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന പ്ലേറ്റോ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്? അരിസ്റ്റോട്ടിൽ കേട്ടോ. അപ്പൊ ഒരാൾ ഐഡിയലിസ്റ്റിക് ആണെങ്കിൽ മറ്റേ എന്താണ്? റിയലിസ്റ്റിക് ആണ്. അപ്പം ഫസ്റ്റ് റിയലിസ്റ്റിക് തിങ്കർ എന്ന് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. അതേപോലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഹി ബിലീവ്ഡ് ഇൻ തിയോളജി. അദ്ദേഹം തിയോളജിയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിയാണ്. ഇപ്പൊ തിയോളജി എന്ന് പറഞ്ഞാൽ നോയിങ് സംതിങ്സ് പർപ്പസ് ഓർ എൻഡ് ഗോൾ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒരു എൻഡ് ഗോളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ അരിസ്റ്റോട്ടിൽ. then the third one എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗോൾഡൻ മീൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏത് തരത്തിൽ ഒരു ഗവൺമെന്റിലോട്ട് ഫുൾ ആൻഡ് ഫുള്ളി വിശ്വസിക്കാതെ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് മെജോറിറ്റി ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ ഫാദറിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഫാദർ ആണ്. അതുപോലെ തന്നെ ഹീസ് ദ ഫസ്റ്റ് പ്രാഗ്മാറ്റിക് തിങ്കർ എന്നും നമുക്ക് ആരെ വിളിക്കാൻ പറ്റും? നമ്മുടെ അരിസ്റ്റോട്ടിനെ വിളിക്കാൻ പറ്റും. അതായത് കുറച്ചും കൂടെ കാര്യങ്ങളെ നമ്മൾ സെൻസിബിളിയും റിയലിസ്റ്റിക്കും ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ പ്രാഗ്മാറ്റിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈസ് എ റിയലിസ്റ്റിക് തിങ്കർ നമ്മൾ പറഞ്ഞു, അതായത് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ സെൻസിബിൾ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് പ്രാഗ്മാറ്റിക് തിങ്കർ എന്നും നമ്മൾ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊഫസർ ഫോസ്റ്റർ പറയുന്നത് അരിസ്റ്റോട്ടിൽ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പ്ലേറ്റോണിസ്റ്റ്. പ്ലേറ്റോയിൽ, അതിൽ പ്ലേറ്റോയിന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ പ്ലേറ്റോയിൽ വിശ്വസിക്കുന്ന ആൾക്കാരിലൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഏറ്റവും മുന്നിൽ നിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അരിസ്റ്റോട്ടിൽ എന്നാണ് ആര് പറയുന്നത്? പ്രൊഫസർ ഫോസ്റ്റർ പറയുന്നത്. സോ ഇത്രയുമായിരുന്നു നമ്മുടെ അരിസ്റ്റോട്ടിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അരിസ്റ്റോട്ടിൽ ജസ്റ്റിഫൈസ് ദ അതോറിറ്റി ഓഫ് ദ മാസ്റ്റർ ഓവർ ദ സ്ലേവ് ബൈ ആർഗ്യൂയിങ് ദാറ്റ് ഓപ്ഷൻ slavery is purely a legal institution. The slave lacks rational deliberative capacity. Slaves voluntary surrender rights. Slave is permitted only during wars. ഇതിന്റെ ആൻസർ ഏതാണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ ബെസ്റ്റ് പ്രാക്ടിക്കബിൾ സ്റ്റേറ്റ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ക്ലാസ്? അത് ഞാൻ നിങ്ങൾ ആ കോഴ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോയായിരുന്നു. എലൈറ്റ്, മിഡിൽ ക്ലാസ്, സ്ലേവ്സ്, മിലിറ്ററി. ഇതിൽ ഏതാണെന്നുള്ളത് നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആ ഒരു ഏരിയയിലും നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ കോഴ്സിലും വന്നു പോയൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. എന്താ തേർഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, വിച്ച് കോൺസെപ്റ്റ് ഇൻ അരിസ്റ്റോട്ടിൽസ് ഫിലോസഫി അസേർട്സ് ദാറ്റ് എവറിത്തിങ് ഇൻ നേച്ചർ ഹാസ് ആൻ ഇൻഹറന്റ് പർപ്പസ് ഓർ ആൻ എൻഡ്? ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ ഒരു കാര്യമാണ്. ഇതിൽ ഏത് ഫിലോസഫി അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന എവറിത്തിങ് ഇൻ നേച്ചർ ഹാസ് ആൻ ഇൻഹറന്റ് പർപ്പസ് എന്ന് പറയുന്നത്? ഹെഡോണിസം, തിയോളജി, ഡിറ്റർമിനിസം, മെറ്റീരിയലിസം. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ ഇത് മൂന്നിന്റെ ഏതാന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുമേ ഉള്ളൂ. അപ്പൊ ഇതാണ് അരിസ്റ്റോട്ടിലെ കുറിച്ചുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Okay, until then, bye.